ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കുറഞ്ഞ സെൻറ്റൻസുകളാണ്. അത് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ പോലും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും കൂടി ഉണ്ട്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ എന്ന ഓപ്ഷൻ കൂടി ആക്റ്റീവാക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സെൻറ്റൻസസ് ആണ്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ്. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിപ്പോവും. അപ്പം വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ആദ്യത്തേതെന്ന് പറയുന്നത് എന്നെ വിശ്വസിക്കുക. എന്താണ് വിശ്വാസം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്? ബിലീവ്. എന്നെ വിശ്വസിക്കുക, ബിലീവ് മീ. എന്നെ വിശ്വസിക്കുക, ബിലീവ് മീ. എന്നെ വിശ്വസിക്കുക. അടുത്തത് എന്നെ തിരിച്ച് വിളിക്കുക. എന്നെ തിരിച്ച് വിളിക്കുക. എന്നെ എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുക? മീ. ഇനി വിളിക്കുക കോൾ. ഇനി തിരിച്ച് വിളിക്കുക ബാക്ക്. കോൾ മീ ബാക്ക്. കോൾ മീ ബാക്ക്. എന്നെ തിരിച്ച് വിളിക്കുക, കോൾ മീ ബാക്ക്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറുള്ളതാണ്. എത്രയും പെട്ടെന്ന് ജോലി പൂർത്തിയാക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്തു തീർക്കുക, എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്തെത്തുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് എന്നുള്ള വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡാണ് എന്ത്? as soon as possible. as soon as possible. എത്രയും പെട്ടെന്ന്, as soon as possible. ഇനി അടുത്തത് ഏറ്റവും സിമ്പിളാണ്. നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഞാൻ വീട്ടിലാണ്. പലപ്പോഴും നമുക്ക് പറയാൻ സാധ്യത ഉള്ള ഒരു സെൻറ്റൻസ് ആണിത്. ഞാൻ വീട്ടിലാണ്. ഞാൻ വീട് ഹോം. ഞാൻ വീട്ടിലാണ്. ഐ എം അറ്റ് ഹോം. ഐ എം അറ്റ് ഹോം. ഞാൻ വീട്ടിലാണ്. ഐ എം അറ്റ് ഹോം. ഇല്ല, എനിക്ക് വേണ്ട. ഇതെങ്ങനെ പറയും? ഇല്ല, എനിക്ക് വേണ്ട. ഇല്ല എന്നുള്ളതിന് നമുക്ക് നോ പറയാം അല്ലേ. നോ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഡോണ്ട് വാണ്ട്. നോ, ഐ ഡോണ്ട് വാണ്ട്. ഇല്ല, എനിക്ക് വേണ്ട. നോ, ഐ ഡോണ്ട് വാണ്ട്. നോ, ഐ ഡോണ്ട് വാണ്ട്. ഇല്ല, എനിക്ക് വേണ്ട. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്നെ പിന്തുടരുക. എന്നെ പിന്തുടരുക. ഇതെങ്ങനെ പറയാം? എന്നെ പിന്തുടരുക. എന്നെ എന്നുള്ളതിന് നമുക്ക് മീ. പിന്തുടരുക ഫോളോ. ഫോളോ മീ. എന്നെ പിന്തുടരുക, ഫോളോ മീ. എന്നെ പിന്തുടരുക. ഇനി അടുത്തത് നമുക്ക് പലപ്പോഴും കുട്ടികളോടും ഒക്കെ പറയേണ്ടതായിട്ട് വരുന്നതാണ്. എന്താണ്? മുറി വൃത്തിയാക്കുക അല്ലേ. നമ്മൾ കൊച്ചിലെ തന്നെ വൃത്തിയാക്കുന്ന ശീലങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പലപ്പോഴും ഉപകാരപ്രദമായേക്കാം. മുറി വൃത്തിയാക്കുക. മുറി എന്നുള്ളതിന് നമുക്ക് റൂം എന്ന് പറയാം. വൃത്തിയാക്കുക എന്നുള്ളതിന് ക്ലീൻ എന്ന് പറയാം. അപ്പോൾ മുറി വൃത്തിയാക്കുക എന്നുള്ളതിന് ക്ലീൻ ദ റൂം. ക്ലീൻ ദ റൂം. ക്ലീൻ ദ റൂം. മുറി വൃത്തിയാക്കുക. ക്ലീൻ ദ റൂം. മുറി വൃത്തിയാക്കുക. ഇനി അടുത്തത് നമ്മൾ എന്തെങ്കിലും ഒരു ബുക്കുകൾ വായിക്കുക അല്ലെങ്കിൽ വീഡിയോ കാണുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇത് വളരെ രസകരമാണ്, ഇത് വളരെ രസകരമാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതിനെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഇത് വളരെ രസകരമാണ്. ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. ഇത് വളരെ രസകരമാണ്. അടുത്തത് അതൊരു മഹത്തായ ആശയമാണ്. അതൊരു മഹത്തായ ആശയമാണ്, അല്ലെങ്കിൽ ഇതൊരു നല്ല ഐഡിയ ആണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ പറയുന്ന സമയത്ത് അതൊരു നല്ല ഐഡിയ അല്ലെങ്കിൽ അതൊരു നല്ല ആശയമാണ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സെൻറ്റൻസ് ആണ്. അതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്? ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. അതൊരു മഹത്തായ ആശയമാണ് അല്ലെങ്കിൽ അതൊരു നല്ല ആശയമാണ് എന്നൊക്കെ പറയാം. അതൊരു മഹത്തായ ആശയമാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല. എനിക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്കത് കണ്ടെത്താൻ കഴിയില്ല. ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെ അത് ഇംഗ്ലീഷിൽ പറയാം? എനിക്കത് കണ്ടെത്താൻ കഴിയില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല. ഐ കാൻറ്റ് ഫൈൻഡ് ഇറ്റ്. ഐ കാൻ ഫൈൻഡ് ഇറ്റ്. ഫൈൻഡ് മീൻസ് കണ്ടെത്തുക.
ഐ കാൻറ്റ് ഫൈൻഡ് ഇറ്റ്. എനിക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് മാരേജ് കഴിഞ്ഞ കപ്പിൾസിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ നല്ല ജോഡികളെയൊക്കെ കാണുമ്പോൾ പറയും അവരൊരു സുന്ദര ദമ്പതികളാണ്, അല്ലെങ്കിൽ അവരൊരു സുന്ദര ജോഡികളാണെന്നൊക്കെ പറയൂലേ. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ദേ ആർ എ ക്യൂട്ട് കപ്പിൾ. ദേ ആർ എ ക്യൂട്ട് കപ്പിൾ. ദേ ആർ എ ക്യൂട്ട് കപ്പിൾ. അവരൊരു സുന്ദര ദമ്പതികളാണ്. അടുത്തത്, നമുക്കൊരു സിനിമ കാണാം. എങ്ങനെ പറയും? നമുക്കൊരു സിനിമ കാണാം. നമുക്ക് ഒരു സിനിമ കാണാം. സിനിമയ്ക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മൂവി. ഇനി നമുക്കൊരു സിനിമ കാണാം. ലെറ്റ്സ് വാച്ച് എ മൂവി. ലെറ്റ്സ് വാച്ച് എ മൂവി. നമുക്കൊരു സിനിമ കാണാം. ലെറ്റ്സ് വാച്ച് എ മൂവി. ലെറ്റ്സ് വാച്ച് എ മൂവി. നമുക്കൊരു സിനിമ കാണാം. ഇനി അടുത്തത്, അടുത്ത തവണ കാണാം. അടുത്ത തവണ കാണാം. നമ്മളിപ്പം ലീവിനൊക്കെ വന്നു, ലീവ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം അടുത്ത തവണ കാണാം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? See you next time. See you next time. അടുത്ത തവണ കാണാം. See you next time. ഇനി അടുത്തത്, എന്നെ അനുവദിക്കുക. എന്നെ അനുവദിക്കുക. ഇതെങ്ങനെ പറയാം? allow me. എന്നെ അനുവദിക്കുക. allow me. allow me. എന്നെ അനുവദിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഉന്മേഷവാനാവുക. നമ്മളിങ്ങനെ മൂഡ് ഔട്ടായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ട് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഒന്ന് ഉഷാറായിക്കേ, അല്ലെങ്കിൽ ഒന്ന് ഉന്മേഷവാനായിക്കേ എന്നൊക്കെ പറയും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡാണ് എന്ത്? ചിയർ അപ്പ്. ചിയർ അപ്പ്. ഉന്മേഷവാനാവുക അല്ലെങ്കിൽ ഉഷാറാവുക എന്നൊക്കെ പറയും. ഇതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിയർ അപ്പ്. ചിയർ അപ്പ്. സ്വയം ആസ്വദിക്കുക. സ്വയം ആസ്വദിക്കുക. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? സ്വയം ആസ്വദിക്കുക. എൻജോയ് യുവർ സെൽഫ്. എൻജോയ് യുവർ സെൽഫ്. സ്വയം ആസ്വദിക്കുക. എൻജോയ് യുവർ സെൽഫ്. ഇത് താങ്കളുടെ പരിധിയിലുള്ള വിഷയമല്ല. ഇത് താങ്കളുടെ പരിധിയിലുള്ള വിഷയമല്ല. അതെങ്ങനെ പറയാം? ഇത് താങ്കളുടെ പരിധിയിലുള്ള വിഷയമല്ല. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇത് താങ്കളുടെ പരിധിയിലുള്ള വിഷയമല്ല. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇനി അടുത്തത്, ഞാൻ നിന്നെ ആരാധിക്കുന്നു. നമ്മൾ പലപ്പോഴും ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ഒരുപാട് അഡിക്ഷനുള്ള ആളുകളായിരിക്കും അല്ലേ, മലയാളീസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഇനി ദൈവത്തെ അതുപോലെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഇതെങ്ങനെ പറയാം? ഐ അഡ്മയർ യു. ഐ അഡ്മയർ യു. ഐ അഡ്മയർ യു. ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഐ അഡ്മയർ യു. നെക്സ്റ്റ് എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മാപ്പ് ചോദിക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കേണ്ടതില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഐ അപ്പോളജൈസ്. ഐ അപ്പോളജൈസ്. ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഐ അപ്പോളജൈസ്. അടുത്തത് ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് ആണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കൈ കഴുകുന്നു. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് പറയേണ്ടി വരുന്ന കാര്യമാണ്, നമ്മുടെ കുട്ടികളോട് പറയേണ്ടി വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമ്മൾ എന്തായാലും പഠിച്ചിട്ടിരിക്കണം അല്ലേ. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നു. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഭക്ഷണം എന്നുള്ളതിന് ഫുഡ് എന്ന് പറയാം. കഴിക്കുക എന്നുള്ളതിന് ഈറ്റ് എന്ന് പറയാം. ഇനി കഴുകുക എന്നുള്ളതിന് വാഷ് എന്ന് പറയാം. കൈക്ക് നമ്മൾ എന്ത് പറയാം? ഹാൻഡ്. ഇനി കൈകൾ എന്നുള്ളതിന് ഹാൻഡ്സ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇതിനെ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് എങ്ങനെ പറയുമെന്ന് നോക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കൈ കഴുകുന്നു. ഐ വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് മൈ ഫുഡ്. ഐ വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് മൈ ഫുഡ്. കൈ കഴുകുന്നത് എപ്പോഴാണ്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ്. മുൻപ് എന്നുള്ളതിന് നമുക്ക് ബിഫോർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഐ വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് മൈ ഫുഡ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഞാൻ കൈ കഴുകുന്നു. അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസുകളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ അതുപോലെ ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷനായിട്ട് അല്ലെങ്കിൽ കമൻസ് ആയിട്ട് താഴെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി എത്തിക്കുക. ഉപകാരപ്രദമാകുന്ന ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട്
വരുന്നതായിരിക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ മാക്സിമം സാഹചര്യങ്ങളിൽ നിങ്ങളിതെടുത്തങ്ങ് ഉപയോഗിച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറേയും കൂടി ഇമ്പ്രൂവ് ആയിട്ട് കിട്ടുള്ളൂ. വളരെ സിമ്പിൾ സെൻറ്റൻസസ് ആണ്. അതുകൊണ്ട് തെറ്റിപ്പോകുന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. ഇപ്പം തന്നെ എൻ്റെ കൂടെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കുറച്ചൊക്കെ പറയാൻ ഏബിളായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.